ബ്രോ ഇവിടെ ഇങ്ങനെ വരുന്നില്ല. അപ്പം ബ്രോ ഇങ്ങനെ ഒരു ഫിലിം ചെയ്യുമ്പോൾ നമ്മൾ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ഇതിനെ കൊണ്ട് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ, എന്റെ കഥാപാത്രം 100% അത് എത്തിയോ എന്നൊരു തോന്നലുണ്ടാവും. ഈ ഒരു കഥാപാത്രത്തിലേക്ക് എത്താനായിട്ട് തോന്നുന്നത് പുഴുവിന്റെ കഥാപാത്രമായിട്ട് ശരി, അത് നമ്മൾ അവസാനം ഇമോഷണൽ ആവുന്നത് വേറെ ലെവലിലോട്ടാണ്. ഇങ്ങനെ ഒരു സിനിമയിൽ ഈ കഥാപാത്രത്തിന്റെ പേര് അൻഷദ്. ആ അൻഷദ് കഥാപാത്രത്തിലേക്ക് എത്തുമ്പോൾ 100% എത്തിയോ എന്ന് തോന്നുന്നു. എനിക്ക് ഇത് അതായത് ഫസ്റ്റ് ഇതിന്റെ കഥ പറയുമ്പോൾ തന്നെ ഈ അൻഷദ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണെന്ന് അറിയാം. സ്ക്രിപ്റ്റ് വായിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം ഭയങ്കര കുഴപ്പമില്ലാത്ത പോലെ പോകുന്നു. പിന്നീട് ചില പോർഷൻസിൽ എത്തുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇത് എന്നെ കൊണ്ട് പറ്റുമോ. പിന്നെ അതൊരു വാശി പോലെ ഇത് എന്നെ കൊണ്ട് പറ്റും, എനിക്ക് ചെയ്യണം എന്നൊരു സാധനം. കാരണം ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ചിലപ്പോൾ ഈ അടുത്തൊന്നും ചിലപ്പോൾ എനിക്ക് വരില്ല, അതായത് ആ ടൈമിലൊന്നും വരില്ലായിരുന്നു. ഞാൻ ഇതുവരെ എനിക്ക് വന്നിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുള്ള ഒരു ക്യാരക്ടർ അതായിരിക്കും. ഒരുപാട് ഇമോഷൻസ്, ഒരുപാട് ഇതുപോലുള്ള ഒരു ക്യാരക്ടറാണ്. ലൈക്ക് എന്താ പറയാ, ഇപ്പൊ ഞങ്ങളുടെ ഗ്യാങ്ങിലെ ഏറ്റവും പേടിയുള്ള ക്യാരക്ടർ എന്റെയാണ്. പക്ഷെ അതേസമയം തന്നെ ഒരു ക്യാപ്റ്റൻസി മൂഡ് ഉള്ള ക്യാരക്ടറും എന്റെ തന്നെയാണ്. ഒരു പേടിയുള്ളൊരു ക്യാപ്റ്റൻ എന്നുള്ള ലെവലിൽ ഉള്ളൊരു അങ്ങനെ കുറച്ച് തലങ്ങളുണ്ട് ഈ ഒരു ക്യാരക്ടറിന്. അപ്പോൾ ഞാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഓരോ സീനുകളിൽ, അതായത് ഇപ്പൊ പറയുന്ന പോലെ നമ്മൾ ഭയങ്കര ഒരു നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഹേർട്ടാകാത്ത രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ബ്രോ നമുക്ക് അതൊക്കെയായിരുന്നു. ഇപ്പൊ നമുക്ക് ശ്രീറാമിന്റെ ഒപ്പം ചെയ്യുമ്പോൾ ഹിസ് എ നാഷണൽ അവാർഡ് വിന്നർ. അപ്പൊ നമുക്ക് അത് ഭയങ്കര ഒരു ഇതായിരുന്നു. നമുക്ക് എങ്ങനെയെങ്കിലും അത്ര എത്താൻ പറ്റിയില്ലെങ്കിൽ ഏകദേശം പുള്ളിയുടെ ഒരു മീറ്ററെങ്കിലും എത്താൻ നോക്കണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ പുള്ളിയാണെങ്കിൽ നമ്മളെ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. നമുക്ക് കുറെ സാധനങ്ങൾ പുള്ളിയുടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചില ആക്ഷൻസും പരിപാടികളൊക്കെ ഞാൻ പുള്ളിയുടെ കോപ്പി ചെയ്യാൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഹെൽപ്പ് നമുക്ക് അതിന്റെ ഇടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഷാനിക്ക കറക്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് എന്താ വേണ്ടത് എന്നുള്ളത്. ഇപ്പൊ ഏതെങ്കിലും ഒരു സീൻ ഇച്ചിരി മുകളിൽ പോവുകയാണെങ്കിൽ അത്ര വേണ്ടെങ്കിൽ അത്ര വേണ്ട, താഴെ പോവാണെങ്കിൽ കുറച്ചുകൂടി വേണം, പുള്ളിക്ക് വേണ്ടത് എന്താണോ എന്നുള്ളത് പുള്ളി ഒരു പെർഫെക്റ്റ് ഇമേജ് ഉണ്ട്, നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുകയും ചെയ്യും. അപ്പോ അത്ര ഉണ്ടാവുള്ളൂ, ആ ഒരു ഇതുണ്ട് സെറ്റ്. നാഷണൽ അവാർഡ് പുതിയ കഥാപാത്രം കിട്ടാനായിട്ട് ബ്ലോക്ക് ആയിട്ട് did it feel like pressure made you to do better than that? No, not like a pressure, seriously. But like amma enakku ஒரு டாஸ்க் கொடுத்தாங்க, அடுத்த நேஷனல் அவார்ட் வாங்குனா கல்யாணம் பண்ணி வைப்பேன். So that is the pressure, man. Okay. கல்யாணம் കഴിക്കുന്നത് നാഷണൽ അവാർഡ് ஸோ அதுக்கு ஃபோக்கஸ் பண்ணி ஒர்க் பண்ணிட்டு இருக்கோம். அதுல வந்து இந்த படம் தான் ஒரு எஃபர்ட். നല്ല ടാസ്ക്, അതിലൊരു എഫർട്ടാണ് ഈ പടത്തിൽ. So let's see. അതെ, ചൂസ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും ആഗ്രഹിക്കാം. இல்ல அப்படிதான் அமைஞ்சது. உண்மையிலே நம்மளா சூஸ் பண்றது தாண்டி உண்மையிலே அமைஞ்சதுமே டிஃப்ரெண்டா அமைஞ்சது. பிகாஸ் அது என்னன்னு காட் கிஃப்ட். இந்த படமும் அமைஞ்சது தான் சொன்னேன். நான் போறதை விட டைரக்டர் ஃபர்ஸ்ட் கதை சொல்லும் போது இஸ் கான்ஃபிடென்ட், நீங்க தான் பண்ணணும் அப்படின்ற ஒரு கான்ஃபிடன்ஸ் தான் அவர் வந்து வந்தாரு. ஸோ இட்ஸ் ஹேப்பன் அந்த மாதிரி. ஸோ இதே மாதிரி தான் இன்னும் ஃபியூச்சர் லைஃப் எடுத்துட்டு போகணும்னு சொல்லி நினைக்கிறேன். ஸோ லக்கிலி வி ஆர் being in good hands, we are gonna be in good hands. അങ്ങനത്തെ ഒരുപാട് കഥാപാത്രങ്ങൾ കാണാൻ സാധിക്കട്ടെ. ചേട്ടാ, ക്യാമറയ്ക്ക് സിനിമയ്ക്ക് ബാക്കിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതിൽ നിന്ന് ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ വേറൊരാളാണ്. എപ്പോഴെങ്കിലും പിന്നീട് പഴയ പോലെ ആവണമെന്ന് ശ്രമിച്ചിട്ടുണ്ടോ? അല്ല, ഐ തിങ്ക് ആ ഒരു പാഷനും ആ ഒരു ചെറിയൊരു നോളജ് ഉള്ളത് ആസ് എൻ ആക്ടർ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷാനോട് വർക്ക് ചെയ്യപ്പെടുകയാണെങ്കിലും നമ്മളിപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള സിനിമയും ഷാനുവിൻ്റെ മനസ്സിലുള്ള സിനിമയും ബ്രോയുടെ മനസ്സിലുള്ള സിനിമയും ഉണ്ട്. പക്ഷേ ഷാനുവിൻ്റെ മനസ്സിലുള്ള എന്താണെന്നുള്ളത്, അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസ് ഉള്ള ബുദ്ധിമുട്ടും അതിൻ്റെ അപ്രോച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഡയറക്ടറിൻ്റെ ഒരു വിഷയം മനസ്സിലാക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐ ഫീൽ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഇതിനേക്കാളും കുറച്ചും കൂടെ കഷ്ടപ്പാടുള്ളൊരു ജോലിയാണ്. നമ്മളൊരു 2 വർഷം ഒരു പടത്തിന് വേണ്ടി മാറ്റി വെച്ച സ്റ്റാർട്ട് ടു എൻഡ് വരെ അതിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ടാസ്ക് തന്നെയാണ്. അത് മാത്രമല്ല, ഈ ഒരു ആൾക്കാരെ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിൻ്റെ ഫൈനാൻസസ്, ലോജിസ്റ്റിക്സ് ഒക്കെ ആലോചിക്കുക. ആക്ടിങ് നമ്മളെ കഥാപാത്രത്തിനെ കുറിച്ച് മാത്രമല്ലേ ആലോചിക്കുന്നത്. അപ്പോൾ അതിന് ഉള്ള പക്വതയും അതിനുള്ള ഒരു റെഡിനെസ്സും എനിക്കിപ്പോഴാണ്. എനിക്ക് പണ്ട് കുറേ ഷോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാൽ ഒരു ഫിലിം ചെയ്യാനുള്ള പക്വത ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സ്റ്റോറി അവിടെ എത്തിത്തുടങ്ങിയെന്ന് എനിക്ക് നോർമലി അല്ലാതെ അത് സിനിമ എന്നൊരു കൾട്ടിവേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പം എല്ലാവർക്കും ഒന്നും ആക്ടിങ് ആയിരിക്കും പറ്റും, അല്ലെങ്കിൽ ഡയറക്ഷൻ ഫൈറ്റിങ് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിപ്പെടാനായിട്ട് ഒന്നും ഏഡി ആയിട്ട് കയറിയത്. ഉദാഹരണം നമ്മുടെ ഷൈൻ ചേട്ടൻ തന്നെ ഏഡി ആയിട്ട് വന്ന് പിന്നീട് ആക്ടിങ് കയറി അങ്ങനെ കയറുമായിരുന്നു.
ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യണം ഫ്രണ്ടിലോട്ട് ഡയറക്റ്റ് കറക്റ്റ്. അത് തന്നെയാണ് എൻ്റെ പ്ലാൻ. ഇപ്പോൾ കോളേജിലും സ്കൂളിലും കോളേജിലും ഒക്കെ തിയേറ്ററും ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ട് പിന്നെ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് മീഡിയയിൽ ഒരു MBA പോയി ചെയ്ത് അല്ലെങ്കിൽ ഫിലിം സ്കൂളിൽ പോയി പഠിച്ച് ബിഹൈൻഡ് ക്യാമറ ഈ പറഞ്ഞ ഏരിയ ഒക്കെ ആയി ജോയിൻ ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ അപ്പോഴാണ് അനുഭവത്തിന് ഓഡിഷൻസ് നടക്കുന്നത്. അതിലേക്ക് ട്രൈ ചെയ്ത് പിന്നെ ആ ഫ്ലോയിൽ പോയിനേ ഉള്ളൂ. പക്ഷെ ആ സ്വപ്നം ഇപ്പോഴും അതൊക്കെ കാണാൻ സാധിക്കല്ലോ. അപ്പൊ ഫിലിം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഫിലിം എന്ന് പറഞ്ഞൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ നമുക്കൊരു ഡ്രീമാണ്. ഫസ്റ്റ് ഈ ഡ്രീം എപ്പോഴാണ് മനസ്സിലാവുന്നത്? അല്ലെങ്കിൽ ഒരു സ്പാർക്ക് ഉണ്ടാവുമല്ലോ, ഒരു ഫിലിം കാണുമ്പോൾ അല്ല ഒരു വ്യക്തിയെ കാണുമ്പോഴായിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് സ്പാർക്ക് എപ്പോഴാണ് ഉണ്ടായത്? ഞാനും ബ്രദറും കൂടെ ഞങ്ങൾ പണ്ട് വീട്ടിലിരുന്ന് മറ്റേ സിനിമ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമുള്ള സീൻസൊക്കെ അന്യൻ്റെ സീൻ മറ്റേ കുറെ കുറുപ്പൊക്കെ അതൊക്കെയാണ് വീട്ടിൽ നിന്ന് ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ഇഷ്ടപ്പെടുന്ന പടങ്ങളൊക്കെ വെറുതെ ഞങ്ങൾ ഇതിൽ അതാണ് ഞങ്ങൾ ടൈം പാസ്. 8th grade 9th grade ഒക്കെ ആയപ്പോഴത്തേക്കും ചെറുതായിട്ട് വീട്ടിൽ വെച്ചാൽ പഴയ ഈ സോണിയുടെ ക്യാമറ വെച്ചൊക്കെ ചെയ്ത് തുടങ്ങിയത്. പിന്നെ 10th പുള്ളിക്കാരൻ ഈ പാസ്റ്റ് വരും. ഞാൻ ആദ്യം ഡിപ്രസ് ആയിപ്പോയി. അതിനുശേഷം കുറേ ഫ്രണ്ട്സിലായിട്ടുള്ള കൂടികളെ ഞങ്ങൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ നമുക്ക് ഷോർട്ട് ഫിലിം പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരു പ്രോപ്പറായിട്ടൊരു ഷോർട്ട് ഫിലിം എഴുതി ഡയറക്റ്റ് ചെയ്തു. പിന്നെ 11th ഒന്നോടെ ചെയ്തു. 11th ഒക്കെ കാണിച്ചൊക്കെ ചെയ്ത ഷോർട്ട് ഫിലിം എനിക്ക് സ്കൂളിൽ എക്സിബിറ്റ് ചെയ്യാൻ പറ്റി. 500 പേര് ഇത് നമ്മുടെ പടം സ്ക്രീനിൽ കളിക്കുന്നു, ആൾക്കാരെ കൈയിടിക്കുന്നു. ആ ഫീൽ കിട്ടിയപ്പോൾ ഇത് കൊള്ളാം, വേറെ ജോലിയില്ല. അതൊരു വലിയ ഫീലാണല്ലോ. ഒരു നമ്മുടെ പേര് വലിയ സ്ക്രീനിൽ 10 പേർ മുൻപിൽ കാണിക്കുന്നത് ഒരു മോർ ദൻ ഫെയിമും ഇതൊന്നുമല്ല. നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ഇമോഷൻ ഓഡിയൻസിന് കിട്ടുന്നുണ്ട്, അവരത് റിയാക്ട് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുള്ള ആ ഒരു കിക്ക് ഭയങ്കര ഒരു ആസ് എൻ ആക്ടർ ആസ് എ ഫിലിം മേക്കർ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഞങ്ങൾ ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഇമോഷൻ നമുക്ക് ട്രാൻസ്ഫർ ആവണം എന്നുള്ള വെച്ചാൽ അത് കുറച്ച് അവിടെ എവിടെയൊക്കെ കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര ഇപ്പം ഫിലിമിൽ ആരെങ്കിലും ഇൻസ്പയർ ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് സിനിമ കാണുന്നത് മമ്മൂക്കയുടെ ഒരു പടത്തിനാണ്. ഫസ്റ്റ് ഒരു മാജിക്കായിട്ട് ഫീൽ ചെയ്യുന്നത് ആ സിനിമ കണ്ടപ്പോഴാണ് ഫിലിമിന്റെ ഒരു മാജിക് എനിക്ക്. അങ്ങനെ ഫിലിമിൽ ആരെങ്കിലും ഇതാണ് ഫിലിം അല്ലെങ്കിൽ ഈ വ്യക്തിയെ കാണുമ്പോൾ അങ്ങനെ സ്പാർക്ക് തോന്നുന്നു, ഇൻസ്പയർ ചെയ്യുന്ന ആരെങ്കിലും? അല്ല, അങ്ങനെ കുറെ പടങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നെ ഓഡിയൻസിനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് കമലഹാസൻ സാറാണ്. കാരണം പുള്ളി ഒരു പാത്ത് ബ്രേക്കിംഗ് റെവല്യൂഷണറി ഡയറക്ടർ, റൈറ്റർ, പ്രൊഡ്യൂസർ, ആക്ടർ ഒക്കെയാണ്. അപ്പോൾ സിനിമയുടെ ഇങ്ങനെ ഔട്ട് അറിയുന്ന ഒരു ആർട്ടിസ്റ്റായി മാറുക എന്നുള്ളത് ഭയങ്കര ഒരു അംബിഷൻ തന്നെയാണ്. പുള്ളി തന്നെയാണ് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. പുള്ളി കൊണ്ടുവന്നിരിക്കുന്ന ടെക്നോളജിയൊക്കെ ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിരിക്കുന്ന കുറേ ടെക്നോളജീസ് ഉണ്ട് പുള്ളിയുടെ സിനിമയിൽ. അപ്പോൾ പല പടങ്ങളിപ്പോൾ ഒക്കെ ഡിസ്കസ് ചെയ്യുന്നു. ആ പടമൊക്കെ ഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം. പക്ഷെ ഇന്നിപ്പോൾ ആ പടം ഇറക്കി സഞ്ചരിച്ചൊരു പടമാണ്. അതൊന്നും പുള്ളി ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടൊരു പ്യുവർ പാഷനാണ്. അതൊരു തരം വട്ടാണ്. പക്ഷെ എനിക്ക് പട്ട് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് എക്സാക്ട്ലി ആ ഒരു തേഴ്സ്റ്റ്, ആ ഒരു ഹങ്കർ, ആ പാഷൻ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അപ്പോൾ സിനിമ ഒരുപാട് ഡ്രീം ചെയ്യുന്ന കുറേ പേരുണ്ട്. ഒരു സിനിമ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം, അത് ബ്രേക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ട്. അതേ ഡ്രീമിലേക്ക് അടുക്കെന്ന് പറയും. ഒരു സിനിമ ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫിലിം വരും. ഇപ്പോൾ മലയാള സിനിമയുടെ ട്രാക്കും പഴയ പലരും മാറി തുടങ്ങി. ഇപ്പോൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് സിനിമകൾ, പക്ക ത്രില്ലർ അല്ലെങ്കിൽ എത്രത്തോളം ഡീറ്റെയിലിംഗ് കുറച്ചുകൂടെ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. സത്യം മാത്രമേ ഞാൻ കാരണം നമുക്ക് എല്ലാവരും സാറ്റിസ്ഫൈ പറ്റും. ഈ ട്രെൻഡ്സ് എല്ലാം നമ്മൾ ഇപ്പോൾ ഇതാണിപ്പോൾ ഹിറ്റാവാൻ സാധ്യതയുള്ള ട്രെൻഡ്, അല്ലെങ്കിൽ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് നമുക്ക് പറയാമെന്നില്ല. അല്ലാണ്ട് ആർക്കും ഒന്നും അറിയില്ല. അൾട്ടിമേറ്റ്ലി നമുക്കുള്ളൊരു ഓഡിയൻസ് യുവർ ഓൺ ഓൺലി ഓഡിയൻസ്. എനിക്ക് സന്തോഷവും സങ്കടവും മിക്ലിയും തരുന്ന ഒരു പടമായിരിക്കും ഞാൻ ചെയ്തത്. അത് ഞാൻ കംപ്ലീറ്റ്ലി കൺവിൻസ്ഡ് ആണെങ്കിൽ എൻ്റെ ഓഡിയൻസ് അത് എൻജോയ് ചെയ്യാൻ വിശ്വസിക്കുന്നവരാണ്. സെയിം വാസ് ഓഫ് ദിസ് മാൻ. ബിക്കോസ് ഇതുപോലത്തെ ഒരു പടം ഇയാളല്ലാണ്ട് വേറെ ആരെങ്കിലും ഇപ്പോൾ ഏറ്റെടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഒരു കൺവെക്ഷനോടെ ചിലപ്പോൾ ചെയ്തോണമെന്നില്ല. ഇപ്പോൾ ഷാനു എക്സിറ്റ് എടുത്തപ്പോൾ ഷാനുവിന് അത് എക്സൈറ്റിംഗ് ആയിരുന്നു. ഷാനുവിന് മറ്റേ ഇതൊക്കെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ പടം ചെയ്യാൻ ഭയങ്കര ഒരു ത്രില്ല് ഷാനുവിന് കിട്ടും. ഷാനു പടം കണ്ടപ്പോൾ എനിക്ക് പടം ഇഷ്ടമായി ബ്രോ എന്ന് ഷാനുവിന് പറയാൻ പറ്റിയെങ്കിൽ ദാറ്റ് ഈസ് ദ സക്സസ്. അല്ലാണ്ട് അത് ഇപ്പോൾ ബ്രോന് വേണ്ടിയോ അല്ലെങ്കിൽ വൈശാഖിന് വേണ്ടിയോ ശ്രീറാമിന് വേണ്ടിയോ ഷാനുവിന് പടം ഉണ്ടാക്കാൻ പറ്റില്ല. ഷാനുവിന് വേണ്ടിയോ പടം ഉണ്ടാക്കും. ജോണർ അതൊന്നുമല്ല, നമ്മൾ എൻജോയ് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടപ്പെടുന്നു. ഇപ്പം ഒരു നമ്മുടെ ഓരോ ഫിലിമിനും കഷ്ടപ്പാടുണ്ടാവും.
അതായത് ഇപ്പോൾ ഒരാളുടെ ഡ്രീം ആയിരിക്കില്ല, ഒരു കൂട്ടത്തിൽ ഒരു 100 പേരിൽ 200 പേരുടെ കഷ്ടപ്പാടായിരിക്കും ഒരു സിനിമ എന്ന് പറഞ്ഞാൽ, ഒരു 60 മിനിറ്റത്തെ സിനിമ എന്ന് പറഞ്ഞാൽ അത്രയും പേരുടെ കഷ്ടപ്പാടായിരിക്കും നമ്മൾ കാണുന്നത്. ഇത് പക്ഷെ ഓഡിയൻസിനെ ഇപ്പോൾ അതേപറ്റി കൺവേ ചെയ്യണമെന്നില്ല. പലതരം ഇപ്പോൾ നല്ല പലരും പല വിധത്തിലാണ് കാണുന്നത്. അപ്പം ഇതേപോലെ ഒരു ഫിലിം കാണുമ്പോൾ ഈ കഥാപാത്രം അവർ ചിലപ്പോൾ ഡെപ്തുള്ള കാര്യം കഥാപാത്രം അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല, ഇങ്ങനെ എപ്പോഴും എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യുന്ന കഥാപാത്രം ഇത്ര എഫേർട്ട് എടുത്തൊരു കഥാപാത്രം ഓഡിയൻസ് കൺവേ ആവുന്നില്ല, അങ്ങനെ തോന്നുന്ന പലപ്പോഴും പല സിനിമകളും അങ്ങനെ ഫ്ലോപ്പായി പോയിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എഫേർട്ട് ഇട്ടിട്ട് കൺവിൻസ് ആയില്ല എന്നുള്ളതല്ലായിരുന്നു ഇപ്പോൾ നമുക്ക് ഉണ്ടായ ബാറ്റർക്ക്. ഉണ്ടായ ബാറ്റർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ആ പടം എന്തുകൊണ്ട് വർക്കായില്ല, ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആ പടം വന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇതല്ലല്ലോ നമ്മൾ കണ്ട പടം എന്നുള്ള ഒരു അത് ഭയങ്കര നെഗറ്റീവ് അടിക്കുന്നു. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഈ പറഞ്ഞ ഹാർഡ് വർക്ക് നമ്മളിപ്പോൾ ഒരു പക്ഷേ ഇന്നിപ്പോൾ ഒരു പടം നമ്മൾ ചെയ്തു, ഇപ്പോൾ നാളെ ഒരു പടം ഇത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത പടം ഇറങ്ങുവാണ് ആസ് എ ഡയറക്ടർ, ആസ് എൻ ആക്ടർ, whatever. അന്ന് ആ പടത്തിന് ഉള്ള ക്രെഡിറ്റ് കിട്ടിയില്ലെങ്കിലും അത് സിൻസിയർ ആയിട്ടുള്ള എഫേർട്ട് ആണെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും മറ്റുള്ള ക്രെഡിറ്റ് അതിന് കിട്ടും. അത് ഫോർ ഷുവർ ആണ്. കാരണം നമ്മളൊക്കെ തട്ടിപ്പോയാലും ഈ സിനിമ അതുപോലെ തന്നെയൊക്കെ ഉണ്ടാവും. എവറി മോമെന്റ് എവറി സെക്കൻഡ് വിയർ ഓൺ സെറ്റ് നമ്മൾ ക്രിയേറ്റിംഗ് ഹിസ്റ്ററി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അത്രയും സീരിയസ് ആയിട്ട് കാണുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പടം വിജയിച്ചില്ലെങ്കിൽ അതിൻ്റെ ഒരു സങ്കടം നമുക്കൊക്കെ ഉണ്ടാവും, വിഷമം ഞങ്ങൾക്കൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാൽ ദാറ്റ്സ് നോട്ട് ഇറ്റ്. വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ആ ഒരു ഹരമുണ്ട്, പാഷൻ. ദാറ്റ്സ് നോട്ട് ഇറ്റ്. എന്താണ് അൾട്ടിമേറ്റ് ആയിട്ട് എന്താണ് ഫിലിമിൽ അൾട്ടിമേറ്റ് ആയി പറയുകയാണെങ്കിൽ സിനിമയിലെ ലൈഫില് സിനിമയിലെ ഒരു അൾട്ടിമേറ്റ് സിനിമയില് எப்பவுமே ஒரு பெரிய பிரேக் த்ரூ கிரியேட் பண்ணணுன்ற ஒரு ஐடியா இருக்கு. இப்போ ரீசெண்டாக ஐ காட் இன்ஸ்பயர்ட் வித் யஷ், ஆக்டர் யஷ். ஏன்னா கன்னட சினிமா இஸ் வெரி மோஸ்ட் அண்டர் ரேட்டட். ஸோ நம்ம பெருசாக ரெக்கக்னேஷன் எடுக்கிறது நிறைய பேர் அதை வந்து ட்ரோல்லாம் பண்ணுவாங்க. பட் அப்படி ஒரு இண்டஸ்ட்ரியிலேருந்து ஹி மேட் அ கான்ஃபிடென்ட் இப்படி ஒரு படம் பண்ண முடியும், பேன் இண்டியா முழுக்க ரிலீஸ் பண்ணி அதுக்கு 100 crores மேலே பட்ஜெட் ரைஸ் பண்ணி ஹி மேட் இட் லைக் டெஃபினெட்லி இம்ப்ரூவ். ஸோ அந்த மாதிரி எனக்கு ரொம்ப நாளாக ஒரு கொஷின் இருக்குது. ஒரு சைனீஸ் இண்டஸ்ட்ரி, ஒரு ஹாலிவுட் இண்டஸ்ட்ரி, ஜாக்கி சான் ஹாலிவுட் வரைக்கும் போயிருக்காரு. இப்போது அதர் கண்ட்ரிஸ் நிறைய எடுத்துக்கிட்டது கூட ஹாலிவுட் வரைக்கும் அந்த கான்டென்ட் இருக்குது. பட் நம்மளால ஏன் வேர்ல்டு வைட் இப்போ இருக்குது, ரஜினி சார் படம் அந்த மாதிரி நம்மளோட லெஜண்ட்ஸோட படம் வேர்ல்டு வைட் ரிலீஸ் ஆகுது. பட் த்ரூ அவுட் த வேர்ல்டு இப்போ ஒரு அவெஞ்சர்ஸ் வந்து இங்கே ஓடுது, ஸ்பைடர்மேன் வந்து இங்கே ஓடுது, நம்ம லோக்கல் ஊர்லேயே தமிழில் ஸ்பைடர்மேன் வந்து தமிழில் விட்டு பேசுகிறாரு, எல்லா மக்கள் பார்க்குறாங்க. கிராமத்தில் வந்து யாரும் இல்லைப்பா ஸ்பைடர்மேன் வந்து இந்த மாதிரி மிஷின்லாம் வச்சுட்டு வராரு பார்க்க முடியலன்னா சொல்கிறது இல்லை. சாதாரண குழந்தைங்க வந்து எல்லாரும் ரசிக்கிறாங்க. ஸோ மார்க்கெட் பெருசாக தான் இருக்குது. ஒரு வெள்ளக்கார ஒரு ஃபாரினரையும் பார்த்து ரசிக்கிறோம் நம்ம. ஏன் அந்த மாதிரி வி ஷுட் நாட் டூ ஆர் ஃபிலிம்ஸ்? ஒரு இந்தியன் ஃபிலிமாக நம்ம வந்து ஏன் அது ஒரு படம் பண்ணி அதை வேர்ல்டு வைட் ரிலீஸ் பண்ணக்கூடாது? ஸோ அந்த மாதிரி ஒரு பொட்டன்ஷியலை உருவாக்கணும். இன்னைக்கு நம்ம பிரிஞ்சு இருக்கோம் ஒரு இண்டஸ்ட்ரியாக. இது எல்லாத்தையும் கனெக்ட் பண்ணும்போது எல்லா இண்டஸ்ட்ரியோடைய இதுவும் ஒரே இடத்துக்கு கிமுலேட் ஆகும்போது வி கேன் ஆல்சோ சர்வைவ் இன் குளோபலி. இப்போ சைனாவில் ஏன் அவங்களால அதை பண்ண முடியாது அப்படின்னா அவங்க எல்லாமே கண்ட்ரியாக பார்க்குறாங்க. ஸோ நம்ம ஸ்டேட்டாக பார்க்குறோம். ஸோ இதை நம்ம ஒன்றா சேர்க்கும் போது நம்மளும் கண்ட்ரியாக ஒரு விஷயத்தை ரெப்ரசென்ட் பண்ணும்போது நம்மளும் குளோபலாக கிடைக்கும். அதில் ஒரு பார்ட்டாக இருக்கிற ஒரு சினிமாக்காரனாக இருக்கும். ബിഗിനറാണ്. ഭയങ്കര വലിയ ഇതൊന്നും ഇതായിട്ടില്ല. എനിക്ക് ചെറുപ്പം സിനിമയിലെ കയറി തന്നിർവത്തനം കഴിഞ്ഞ അവരുടെ കയ്യിൽ തൊട്ടുള്ള ഒരാഗ്രഹമായിരുന്നു നമ്മളെ അവരുടെ ഒപ്പം ഫ്രെയിമിങ്ങിലും നിൽക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു. ഇങ്ങനെ സ്റ്റേഷനൊക്കെ പറയുന്ന പോലെ ഉമ്മക്കട പഞ്ചായത്തിൽ ഭയങ്കര വലിയൊരു ഭാഗ്യമായിരുന്നു. അത് ഞാൻ അതുപോലെ തന്നെ അതിനകത്ത് ബാക്കിയുണ്ട് പുള്ളിയുടെ ഒപ്പം ഒരുപാടല്ല ഒരു സീൻ ചെയ്യുന്നുണ്ട്. ഇത് വലിയൊരു ഡ്രീം. അത് ചെറുപ്പം നല്ല ഒരു ടൈം തൊട്ടുള്ളൊരു ഇതായിരുന്നു. എല്ലാവരെ പോലെ തന്നെ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, ഏതെങ്കിലും നല്ലൊരു ക്യാരക്ടർ ഇപ്പോഴല്ല വന്ന സമയത്ത് കുറച്ചുകൂടി ടീച്ചറായിട്ട് ഇതിലൊരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് അതുപോലെ എന്തെങ്കിലും ഒരു അവാർഡ് പറഞ്ഞ പോലെ തന്നെ ശ്രീറാം പറഞ്ഞ അത് എനിക്ക് ഭയങ്കര നമ്മുടെ ഇവിടെ ഇന്ത്യയിലുണ്ട്
ഒരു വേൾഡ് സ്റ്റേജിൽ എത്തിക്കുക. പോസിബിൾ ഒരു ദിവസം ഒരു പടം എഴുതി പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് അങ്ങനെ സ്റ്റാർ ചെയ്യുക എന്നുള്ളത് വലിയ സ്വപ്നമുണ്ട്. ഈ ചെയ്യുന്ന കുറേ ഇൻസ്പിറേഷൻ ആയിട്ട് കൺസേൺ കാര്യം പറഞ്ഞ കുറേ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റണം ഒരു ദിവസം എന്നൊരു സ്വപ്നം. വേറെ അൾട്ടിമേറ്റ് ആയിട്ട് പരിപാടിയൊന്നുമില്ല. പടം ചെയ്യണം, അതാണ് പടം കഴിക്കുന്നില്ല. അങ്ങനെ പടം ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടി സീരിയസ്ലി അതൊരു ഡ്രീം പ്രൊജക്ട് ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ഇത് வந்து ഞാൻ നമ്പില്ല. இந்த படம் ரிலீஸ் ஆனதுக்கு அப்புறம் டைரக்டர் என்ன പറയുന്നത് நான் பார்க்கிறேன். എന്തായാലും 2-3 സിനിമ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ പുള്ളിയുടെ ഒരു പടം ചെയ്യുന്നുള്ളൂ. ഒരിക്കൽ ഒരു ഡയറക്ടറെ ഇങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു ഈ ലോകത്ത് എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു ഫിലിം ചെയ്യാൻ അത് ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നില്ല അതിനേക്കാളും ഞെട്ടിക്കുന്ന അടുത്ത പടം ചെയ്യുന്നത്. സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മാജിക്കാണ്. ഒരിക്കൽ ചെയ്ത് റിലീസായി എല്ലാവരും സിനിമ ഇരിക്കുമ്പോഴല്ലേ ഇതാണ്. More than cinema, recognition. That recognition is அந்த ஆடியன்ஸ் கிட்ட போய் அந்த சவுண்ட் நீங்க கேட்டு பழகிட்டீங்க. அது வந்து போலீஸோட அப்பெல்லாம் வந்து தேட்டர்ல சம்பளமான பேர் ஏபிசி தேட்டர் போனா ஒரு பிக்சிங் அது நீங்க கண்ணை மூடிட்டு நீங்க கேட்டு நீங்க அங்க நீங்க தான் ஸ்பீட்ல இருக்கீங்க, உங்களுக்காக தான் பீப்புள் கத்துறாங்கன்றது உங்களுக்கு கேட்டு சொல்லிட்டு அந்த ரெகக்னேஷன் வந்து ஒரு பெரிய உண்மையிலே அட்ராக்ட் தான். ஸோ அதுக்காக தான் நீங்க பாக்குற எல்லா சினிமையும் நீங்க எல்லாருமே ஓடுறது வந்து ஸோ அது அனுபவிச்சுட்டு சார் வந்துட்டு இது சொல்றதுதான் இது நம்பர் சரி இங்க பாருங்க மக்கள் ஒரு மூவி செய்யும் எக்ஸிட் பண்ண மாதிரி குட்டுன்னு ஒரு மூவி செய்யும் குட்டவா செய்யாது. ഈ സിനിമയിൽ നമ്മൾ ആൺകഥാപാത്രം മാത്രമല്ലോ വുമൻസ് ആക്ച്വലി ഫസ്റ്റ് ഞങ്ങൾ സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ വുമൻസ് ഇല്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ സിനിമ അതിന് പ്രൊഡക്ഷൻ അതിനൊരു ഇത് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ലേഡി ഇല്ലാത്തൊരു ഫിലിം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു കൊടുത്തിട്ടുണ്ട്. റനീഷ മറ്റേ ബിഗ് ബോസ് സെക്ടർ അവരൊരു ഹീറോ തന്നെ. പക്ഷെ ഞാൻ ഹീറോയിനായിട്ടോ ഫസ്റ്റാണ്. ഹീറോയിനായിട്ട് ഇവർക്കൊന്ന് ലവ് സ്റ്റോറി കൊടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന സമയത്ത് പ്രണയിച്ചൊന്നും നടക്കാറില്ല. അപ്പൊ ഇവർക്ക് ഇതുപോലെ എനിക്ക് കുറെ സജഷൻസ് വന്നത് ഇവരുടെ ക്യാരക്ടർ തന്നെ എനിക്ക് ഒരു ഫീമെയിൽ ക്യാരക്ടർ ഇവരുടെ അടിപിടി ബഹളം നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ലേഡി അവിടെ ലീഡ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ റനീഷ് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്ട്രഗിളും സർവൈവും മൊത്തം നടന്നു വരുന്നത് അവരുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ്. അതുകൊണ്ട് അവർക്ക് വന്ന അതിന്റെ ഇമ്പോർട്ടൻസ് ഗംഭീര പെർഫോമൻസ്. 2 സീക്വൻസ് ചെയ്യുക അങ്ങനത്തെ ഒരു കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് സീക്വൻസ് ആണ്. ബട്ട് സ്റ്റിൽ അവരൊരു ഗംഭീര പെർഫോമൻസ് തന്നെ എടുക്കാം. மொத்த சாப்பாட்டுக்கு உப்பு மாதிரி തമിഴിലെ ഞാൻ മനസ്സിലാക്കി. അപ്പൊ എന്തായാലും നിങ്ങളുടെ അധ്വാനത്തിന്റെ റിസൾട്ട് തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫിസിക്കലായാലും മെന്റലായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇനി കാണാൻ പ്രേക്ഷകരുണ്ടാകും. ഇപ്പോ നമ്മളൊരു പുതിയതായിട്ടൊരു ഫിലിം ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് ത്രൂ ഔട്ട് ഒരു എക്സ്പെരിമെന്റ് ഉണ്ടായിരിക്കില്ല. നമ്മൾ ഭയങ്കരമായിട്ട് ലാഗ് അടുപ്പിച്ചിട്ടും അത് നമുക്ക് പൈസ നിങ്ങൾ 150-200 കൊടുക്കുന്നുള്ളത് ഓക്കെയാണ്. നിങ്ങൾ തരുന്ന ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ ടൈമുണ്ട്. ആ ടൈം ഞാൻ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്ന ടൈം അത്ര ഇമ്പോർട്ടന്റ് ആണ്. ആ സമയത്ത് നിങ്ങൾ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങളെ ലാഗ് അടുപ്പിക്കുകയോ എൻഗേജ് ചെയ്യുക എന്റർടൈൻ ചെയ്യുക. നിങ്ങളുടെ സോണിൽ നിന്ന് നിങ്ങൾ ഈ പ്രശ്നം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി നിങ്ങൾ തിയേറ്ററിൽ എത്തുമ്പോൾ അതായത് എന്തായാലും ത്രൂ ഔട്ട് എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആയിരിക്കും. പിന്നെ ഇവരുടെ പെർഫോമൻസ് ആണ് എന്തായാലും എനിക്ക് ഉറപ്പാണ്. തിയേറ്ററിൽ ഇറങ്ങി വരുമ്പോൾ ഇവരുടെ പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് ആദ്യം സംസാരിക്കാൻ പോകുന്ന ഓഡിയൻസ് അത് ഷുവർ ഉറപ്പാണ്. ഇവരുടെ പെർഫോമൻസ് അത് നമ്മളൊരു സിനിമ പുതുതായി ചെയ്യുന്നു നമ്മളെ കുറച്ച് സ്റ്റോപ്പ് ചെയ്യും എന്നൊക്കെ നമ്മൾ തോന്നുന്നു. പക്ഷെ ഇവരെല്ലാവരും കൂടി വന്നാൽ ഞെട്ടിച്ചിട്ടുണ്ട്. എന്തായാലും വിഷയത്തെ വിളിക്കണം ഇവർക്ക് വേണ്ടി ഇന്ന് നമുക്ക് വേണ്ടിയിട്ടുണ്ട്. എന്തായാലും പടം കാണാം. എന്തായാലും നിങ്ങൾ നിരാശപ്പെടുത്തില്ല. അതെ എന്താണ്
ഒരു ഗ്യാപ്പിന് ശേഷം ചെയ്യുന്ന ഒരു ചിത്രമാണ്. ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷം വരുന്ന ഒരു ബ്രേക്ക് ഒരു കഥാപാത്രം വന്നിരിക്കുന്നത്. അതെ, ഡെഫിനറ്റ്ലി വളരെ ഒരു ഷോക്കിംഗ് ഫിലിം. ഈ ക്യാരക്ടറെ പോലെ തന്നെ ഇത് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര പോളറൈസിങ് ആയിട്ടുള്ളൊരു ഫിലിമായിരിക്കും. അത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഒരു ഉദ്ദേശവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിറങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളൊരു എക്സ്പീരിയൻസ് ചെയ്താണ് ഫിലിമായിരിക്കും. ശ്രീറാം വളരെ നല്ലൊരു അല്ലെങ്കിൽ മെറ്റഫോറായിട്ട് പറഞ്ഞു റോഡ് കോസ്റ്ററിൽ കയറി ഇറങ്ങണമെങ്കിൽ നമ്മൾ എത്ര ഹെൽപ്പ് വേണ്ടി വരും എന്ന് പറയുന്നത് കാണുന്നത്. ഈ പടം അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും പ്രത്യേകിച്ചൊന്നുമില്ല. ഇറ്റ് ഈസ് എ വെരി 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 ഹാർട്ട് ഫെൽറ്റ് ഫിലിം. അത്രയും പാഷനറ്റ് ആയിട്ട് ചെയ്തൊരു പടമാണ്. ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു പടമായിരിക്കും. ആൻഡ് ഹോപ്പ്ഫുള്ളി ഒരു ഭയങ്കര പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു പടം ആയിരിക്കും എന്നാണ് ഞാൻ എല്ലാവരുടെയും പ്രാർത്ഥന വിശ്വാസം. സോ കാണുക, എല്ലാവരും നിങ്ങളുടെ റിവ്യൂസും ഫീഡ്ബാക്കും ഒക്കെ അറിയിപ്പിക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us and very excited. No, quick and thrilling experience. It's a quick and thrilling experience. It will be like for a recent time people observation time ரொம்ப குறைஞ்சது. ஸோ வீடியோ யூடியூப்ல வீடியோ பார்க்கறது 30 ஷார்ட்ஸ் பார்க்குறாங்க. ஸோ அப்படி வேர்ல்டு அவாய்ட் ஆகிட்டு இருக்கிற இந்த படம் வந்து ஒரு 1.5 hours லைக் 147 லைக் அவ்வளோதான் டியூரேஷன். நீங்கள் இந்த 147 மினிட்ஸை வந்து யூ டென்ட் ஃபீல் ஸ்லோலைக்ஸ் அப்படின்றதுல ஒரு படம் வந்துச்சு. ஆனால் அதுக்குள்ள ஒரு நல்ல ஒரு ரிசல்ட்டிங் எக்ஸ்பீரியன்ஸ். ஸோ அதுக்காக பீப்புள் ഒരു റോളർ കോസ്റ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു 1.5 മണിക്കൂർ ഒരു റൈഡിൽ കയറി ഇറങ്ങിയ അതേ ഫീൽ ചെയ്യുന്നതിലേക്ക് കിട്ടുക. കിട്ടുന്ന പൈസ എന്തായാലും എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ഓഫ് പീപ്പിൾസ് ഇല്ല. ഇത് ഈ ഒരു എക്സ്പീരിയൻസ് വേണ്ട ആൾക്കാർ കൊടുക്കുന്ന പൈസ എന്തായാലും നഷ്ടമില്ല. ഒരു 1.5 മണിക്കൂർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ ത്രില്ലടിക്കുന്ന എല്ലാവരും ഒന്ന് കാണാൻ. തീർച്ചയായും നിങ്ങളുടെ ആൾക്കാർക്ക് ഒരുപാട് സിനിമകൾ ഇനി ഞങ്ങൾക്ക് കാണാൻ ഇനി നമുക്ക് ഇന്റർവ്യൂസിന് ഇരിക്കാൻ പറ്റട്ടെ. ഒരുപാട് സിനിമകൾ ഇനി കാണട്ടെ. നിങ്ങളെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്യട്ടെ. ഇത്ര സമയം